പാത്രം ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ 2 സ്പൂൺ നെയ്യോട് ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സ്പൈസസ് എല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ശകലം ഉപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ശകലം പുതിനയില. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഈ പേസ്റ്റ് അങ്ങോട്ട് ചേർക്കാം. വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസ്. പച്ചക്കറി എല്ലാം കൂടെ 2 മിനിറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. ഇനി അതിനകത്ത് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് ജീരകശാലയുടെ അരിയാണ്. നമ്മുടെ ജീരക സംഭ എന്ന് പറയും. ബിരിയാണി റൈസാണ്. 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരിയിട്ട് നല്ലതായിട്ട് ഈ പച്ചക്കറിയുടെ കൂട്ടിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഹാഫ് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലി, പുതിന അരിഞ്ഞത് മണ്ടലോട്ടിട്ടിട്ട് ഇത് അടച്ച് വെക്കാം. ശകലം നെയ്യൂടെ തൂവി കൊടുക്കാം മണ്ടയ്ക്ക്.